കഴിഞ്ഞ ഒരു നൂറ്റാണ്ടോളമായി അമേരിക്ക യുദ്ധങ്ങൾ ഇളക്കിവിടുന്നതിനെ കുറിച്ചാണ് ലോകമെമ്പാടുമുള്ള ആളുകൾ ഇപ്പോൾ സംസാരിക്കുന്നത്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ അഭിപ്രായത്തിൽ പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ പ്രധാന ജോലി ഇത് മാത്രമാണ് എന്ന് പറയുന്നതായിരിക്കും ശരി. മരണം, നികുതി, അതിരുകടന്ന് എന്തെങ്കിലും പറയുന്ന ഖ്വാജ ആസിഫ് എന്നിങ്ങനെ 3 ഉറപ്പുകളാണ് ഇന്ന് ജീവിതത്തിലുള്ളത് എന്ന് വേണം പറയാൻ. അദ്ദേഹം സംസാരിക്കുമ്പോൾ അത് വെറും ഒരു വാർത്തയല്ല, മറിച്ച് ഒരു നയതന്ത്ര കൊടുങ്കാറ്റാണ്. ഇത്തവണ അദ്ദേഹം ആക്രമിക്കുന്നത് അമേരിക്കയും അതിന്റെ ശക്തമായ സൈനിക വ്യാവസായിക സമുച്ചയവുമാണ്. സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്ന ഒരു പുതിയ വീഡിയോയിൽ ഖ്വാജ ഒരു സോഫയിൽ വിശ്രമിക്കുന്നതും അശ്രദ്ധമായി എന്നാൽ കൊള്ളേണ്ടയിടത്ത് തന്നെ കൊള്ളുന്ന തരത്തിലുള്ള വാക്കുകൾ കൊണ്ടുള്ള ബോംബുകൾ തന്നെ ഇടുന്നതും കാണാം. മറ്റൊരു തരത്തിലുള്ള ബോംബുകൾ വർഷിക്കുന്നതിന് US അറിയപ്പെടുന്നുണ്ടെങ്കിലും ഖ്വാജയുടെ വാക്കുകൾ ആ ബോംബിനേക്കാൾ വലുതാണെന്ന് വേണം പറയാൻ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ യുദ്ധം ഒരു അസൽ ബിസിനസ് തന്നെയാണ്. അമേരിക്കയ്ക്ക് വളരെ നന്നായി തന്നെ ഈ കാര്യം അറിയാം. ഇതിലെ ബിസിനസ് സാധ്യതകളും അവർക്ക് അറിയുന്നതാണ്. സംഘർഷത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും കുഴപ്പങ്ങൾ പണമാക്കി മാറ്റുകയും ചെയ്യുന്ന എണ്ണയിട്ട എഞ്ചിനാണ് US സൈനിക തന്ത്രമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അവർ ഇരുവശങ്ങളും കളിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഒരു കാലത്ത് സമ്പന്നരും ഇപ്പോൾ തകർന്ന അവസ്ഥയിലുള്ളതുമായ സിറിയ, ലിബിയ തുടങ്ങിയ രാജ്യങ്ങളെയാണ്. ഇവിടെയെല്ലാം അമേരിക്ക തന്റെ ആയുധ വ്യവസായം ലാഭം കൊയ്യുന്നത് തുടരുന്നുണ്ട്. വാഷിംഗ്ടണിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നാശമല്ല, അത് ഡോളറാണ്. ഒരു പക്ഷേ 100 വർഷമായി അമേരിക്കക്കാർ യുദ്ധങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അവരുടെ ആയുധ ഫാക്ടറികൾ മുഴങ്ങുമ്പോൾ രാഷ്ട്രങ്ങളെ പാപ്പരാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ധീരമായ വാക്കുകളാണിത്, പക്ഷേ ഒട്ടും പുതിയവയല്ല എന്ന് വേണം പറയാൻ. ഖ്വാജ മുൻപും US-നെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. സംഘർഷത്തിന് ഇന്ധനം നൽകുന്ന ഗ്രൂപ്പുകൾ ഉൾപ്പെടെ പാകിസ്ഥാൻ 3 പതിറ്റാണ്ടുകൾ അമേരിക്കയ്ക്കും അതിന്റെ സഖ്യകക്ഷികൾക്കും വേണ്ടി വൃത്തികെട്ട ജോലി ചെയ്തുവെന്ന് അദ്ദേഹം തത്സമയ TVയിൽ തന്നെ ഒരിക്കൽ സമ്മതിക്കുകയുണ്ടായി. ഇപ്പോഴത്തെ ഈ പൊട്ടിത്തെറിക്ക് പിന്നിൽ എന്താണ്? 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, ഖ്വാജ ഒരു സിനിമാ ചാരനെ പോലെ സ്വന്തം വഴി തിരഞ്ഞെടുത്തിരിക്കാം, പെട്ടെന്ന് മനസാക്ഷി ഉണർന്നയാൾ എന്നൊക്കെ പോലെ. അല്ലെങ്കിൽ ഇതൊരു തന്ത്രമാണ്, ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു കുരുട്ടുബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. പാകിസ്ഥാന്റെ സാഹചര്യങ്ങൾ ഇപ്പോൾ ഒട്ടും നല്ലതല്ല എന്ന് വേണം പറയാൻ. ഇന്ത്യയുമായുള്ള ഒരു സംഘർഷത്തിൽ അവർ തോട്ടത്തിന്റെ മറയായി വേണമെങ്കിലും ഈ അമേരിക്ക വിരുദ്ധ പ്രസംഗത്തെ കാണാവുന്നതാണ്. ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ യുദ്ധലാഭത്തെക്കുറിച്ച് ഖ്വാജ പറയുന്നത് തെറ്റല്ല. പക്ഷേ അദ്ദേഹം അമേരിക്കയെ വിമർശിക്കുമ്പോൾ സൈനികമായും സാമ്പത്തികമായും കഴിഞ്ഞ 20 വർഷത്തിനിടെ പാകിസ്ഥാൻ $32 ബില്യൺ അമേരിക്കൻ സഹായം സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ്. അമേരിക്കയെ കുറ്റപ്പെടുത്തി അവരുടെ F-16 വിമാനങ്ങൾക്ക് സ്പെയർ പാർട്സ് ഓർഡർ ചെയ്യുന്നു. ഇത് വല്ലാത്ത വിരോധാഭാസം തന്നെയാണ്. മുതലാളിത്തത്തെ വിമർശിച്ച് പുതിയ ഐഫോണിൽ സംസാരിക്കുന്നത് പോലെ. പാകിസ്ഥാന്റെ പ്രതിരോധ ബജറ്റ് 18% വർദ്ധിച്ച് $2.5 ട്രില്യൺ രൂപയിലധികമാണ്, ഏകദേശം $9 ബില്യൺ. ഇതൊരു തകർന്ന സമ്പദ് വ്യവസ്ഥയാണ്. 38% പണപ്പെരുപ്പവും ദാരിദ്ര്യം കുതിച്ചുയർന്നതും വിദേശ കരുതൽ $3 ബില്യൺ താഴെയുമാണ്. എന്നിട്ടും ഒരു യുദ്ധവും ജയിക്കാത്ത, വിശ്വാസത കുറഞ്ഞ സൈന്യത്തിന് കൂടുതൽ പണം ചെലവഴിക്കുന്നു. ഇത് ജനങ്ങൾക്ക് എങ്ങനെ ന്യായീകരിക്കാനാവും? അവിടെയാണ് ഖ്വാജ വരുന്നത്. അദ്ദേഹത്തെ സ്നേഹിക്കുകയോ വെറുക്കുകയോ ചെയ്യാം, എന്നാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ അവഗണിക്കാൻ കഴിയില്ല. അദ്ദേഹം ഒരേ സമയം പാർട്ട് ടൈം സ്റ്റാൻഡപ്പ് കൊമേഡിയനും പാർട്ട് ടൈം പ്രശ്ന സൃഷ്ടാവും പൂർണ്ണ സമയ ബാധ്യതയും ഒക്കെയാണ്. പാപ്പരായിട്ടും പ്രതിരോധ ചെലവ് കൂട്ടുന്ന, യുദ്ധങ്ങൾ തോൽക്കുന്നെങ്കിലും സൂപ്പർ പവർ പോലെ സംസാരിക്കുന്ന, അമേരിക്കയെ കുറ്റപ്പെടുത്തി അവരുടെ വിമാനങ്ങൾ പറത്തുന്ന രാജ്യം. ഈ വൈരുദ്ധ്യത്തെ ഒറ്റയടിക്ക് പ്രതിനിധീകരിക്കുന്ന